ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. 1 മണിക്കൂർ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ. അപ്പോൾ മാവൊന്ന് കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ നമുക്കിതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/2 കപ്പ് അവലും കൂടി ചേർത്ത് കൊടുക്കാം. അവലിന് പകരം ചോറ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്തെടുക്കുക. ശേഷം 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. 250 ml കപ്പാണ്. ഇനി ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് എന്തായാലും മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നെങ്കിൽ ഇതുപോലെ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. മാറ്റി വെച്ചാൽ മതി. നോർമലി 2-3 മണിക്കൂറിനകത്ത് മാവ് സെറ്റായി കിട്ടും. അപ്പോൾ അതാ ഇവിടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ പൊന്തി വന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അപ്പോൾ തന്നെ നമുക്കിത് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അപ്പച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നോർമലി നമ്മൾ അരിയൊക്കെ അരച്ചാണല്ലേ അപ്പം ഉണ്ടാക്കുന്നത്. ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് ബാക്കി മാവെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. കുറച്ച് മാവ് ഒഴിച്ച ശേഷം ഞാനൊന്ന് നമ്മുടെ പൂ ഷേപ്പിലൊന്ന് നിരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ പച്ചരി അരച്ചുണ്ടാക്കുന്ന അതേ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? അതുപോലെ തന്നെ ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.